ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാൻ ലോർ പാക്കിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് ഇതിനകത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം. ഈ പഞ്ചസാരയും ബട്ടറും കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്കതിനകത്തിലേക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് മൈദയും ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. വിസ്ക് കൊണ്ട് തന്നെ ആദ്യം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അത് കൈ കൊണ്ടൊന്ന് കുഴച്ച് എടുക്കണം. ഒന്ന് കംപ്ലീറ്റ് ഒന്ന് പഞ്ചസാരയും ബട്ടറും മൈദയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഓവനകത്തിലല്ല, എയർ ഫ്രയറിനകത്തിലാണ്. അപ്പോൾ ടൈം കുറച്ച് നമുക്ക് മതി അതിന്. ഇപ്പോൾ അത് ഒരുവിധം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനത് കൈ കൊണ്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുകയാണ്. നല്ലവണ്ണം കൈ കൊണ്ട് നല്ലവണ്ണം അമർത്തി അതൊന്ന് കുഴച്ചെടുക്കണം. എന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരുപാട് അങ്ങ് മർദ്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് അതൊന്ന് കുഴഞ്ഞ് ഉരുട്ടിയെടുക്കണം. അതുവരെ അതൊന്ന് യോജിപ്പിച്ച് ഉരുട്ടിയെടുക്കുകയാണ്. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ കൂട്ടുകാരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം ഒന്ന് കുഴച്ച് ഉരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഷെയ്പ്പാക്കി എടുക്കുകയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിൽ മാവ് എടുത്തതിന് ശേഷം ഉരുട്ടുകയാണ്. നല്ലോണം ഉരുട്ടിയതിന് ശേഷം നല്ലൊരു ഷേപ്പായി കഴിയുമ്പോൾ നമ്മുടെ കൈവെള്ളയിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുക. ഒരു ഫോർക്ക് കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് വലിച്ചെടുത്താൽ മതി. അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തു. കുറേ ഉരുട്ടിയും വട്ടത്തിലും അതുപോലെ നീളത്തിലും ഒക്കെ പല ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതെന്നിട്ട് ഒരു എയർ ഫ്രയറിനകത്തിലേക്ക് ഇത് അകത്തി വെക്കണം. കാരണം ഇത് ചൂടാകുമ്പോഴത്തേക്ക് വലുതായി വരും, വികസിക്കും. അതുകൊണ്ട് കുറച്ച് അകത്തി വെച്ച് കൊടുത്ത് വെക്കുകയാണ്. ഒരു 9 എണ്ണം വരെ ഞാനൊരു ട്രിപ്പിൽ വെച്ചു. അത്രേ അതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ സ്പേസാണ് അതിനകത്തിലുള്ളത്. എയർ ഫ്രയറിൻ്റെ ഒരു കണ്ടെയ്നറാണത്. അതിനകത്തിലേക്ക് 9 എണ്ണം പെറുക്കി വെച്ചതിന് ശേഷം ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തു. ഇത് ഞാനിപ്പം 9 എണ്ണവും വെച്ച് കഴിഞ്ഞു. എയർ ഫ്രയറിനകത്തിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടത് ഓൺ ചെയ്ത് 175 ഡിഗ്രിയിൽ 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് മുത്ത പോലെ നമുക്ക് സാധാരണ ബിസ്ക്കറ്റിൻ്റെ കളറില്ലേ അതേപോലെ തന്നെ ആയി കിട്ടി.
ഇപ്പോൾ ഈ കളറിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ല ബിസ്ക്കറ്റിൻ്റെ ഒരു ബ്രൗണിഷ് കളറിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യം വെച്ചത് ഞാൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ച് നോക്കി. അപ്പോൾ അതാണ് അത് കണ്ടത്. 175 ഡിഗ്രിയിൽ 5 മിനിറ്റ് വെച്ചതാണ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകവശം പുറവശം ഒരേപോലെ മൂത്ത് കിട്ടി. അടിപൊളി ബിസ്ക്കറ്റായിട്ട് തന്നെയാണ് എനിക്കത് കിട്ടിയത്. നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. ഓക്കെ, അടിപൊളി കുക്കീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.